എൻ്റെ ഇന്നത്തെ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡയറ്റ് നോക്കുന്നവർക്ക് ഇതെന്തായാലും ഒരു യൂസ്ഫുൾ വീഡിയോ കൂടിയായിരിക്കും. അപ്പം ആദ്യം ഞാൻ ഇവിടെ എടുക്കുന്നത് നാടൻ കുക്കുംബറാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷം അതൊക്കെ ഒന്ന് പീൽ ചെയ്ത് മാറ്റാം. അപ്പം അതിന് ശേഷം ഒരു സവാള മാത്രം മതി, അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമുക്ക് തൊലിയെല്ലാം മാറ്റി ഒന്ന് കഴുകി മാറ്റി വെക്കാം. അപ്പം ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഹാഫ് ലെമൺ, 3 പച്ചമുളക്, ഒരു കുക്കുംബർ, സവാള, ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കുംബർ 4ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. റൗണ്ടിൽ കട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എനിക്ക് ഇങ്ങനെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. സവാളയും ഞാൻ അതുപോലെ തന്നെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. നീളത്തിൽ അരിയണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. കാണാനും ഭംഗി, കഴിക്കാനും എളുപ്പം ഇത് തന്നെയാണ് കേട്ടോ. അതിനുശേഷം 3 പച്ചമുളക്, എനിക്ക് എരിവ് ഇത്തിരി അത്യാവശ്യം വേണം, അപ്പം ഞാൻ എരിവിന് വേണ്ടി 3 പച്ചമുളകാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിന് ലെമൺ, ഹാഫ് ലെമണാണ് ഞാനിവിടെ തിരിക്കുന്നത്. അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ലെമൺ ഇല്ലെങ്കിൽ വിനാഗിരി യൂസ് ചെയ്യാം, പക്ഷേ വിനാഗിരിയിലും നല്ലത് ലെമൺ തന്നെയാണ്. അപ്പോൾ അത് ഹാഫ് ഫുള്ള് പിഴിഞ്ഞ് നന്നായിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. ആവശ്യാനുസരണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഫൈനലി ഞാൻ പൊടിച്ചു വെച്ച കുരുമുളക് പൊടിയാണ് ചേർത്തത്. അതും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. 2 മുട്ട, ഞാൻ നാടൻ മുട്ട, കോഴിമുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ലഞ്ച് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ച് ചോറ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അതിലേക്ക് കുറച്ച് ഞാൻ വെജിറ്റബിൾ കറി ഒഴിക്കുന്നുണ്ട്. അത് ഞാൻ വീട്ടിൽ വെച്ച കറിയാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അതെടുത്തുന്നുള്ളൂ. കുട്ടിക്ക് വറുത്ത് വെച്ച സോയാബീൻ ഫ്രൈ ആണ്, അതിൽ നിന്ന് ഞാൻ കുറച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ സാലഡാണ് ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് കൂടുതലെടുക്കുന്നത്. ഫൈനലി നമ്മുടെ മുട്ട, ബോയിൽ ചെയ്ത മുട്ടയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഇതുപോലെ ഒരു ദിവസം ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.